എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓട്ടോഡ്രോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ വൈറ്റിലടുത്തുള്ള മാരുതി ട്രൂ വാല്യൂ ഷോറൂമിലാണ് ഞാനിന്നുള്ളത്. കണ്ണാടിക്കാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മെയ്ജോ മോട്ടോ എന്നാണ് ഡീലർഷിപ്പിൻ്റെ പേര്. ഇവിടെ നമ്മളിന്ന് നോക്കുന്നത് 2016 സെലേറിയോ VXi BS4 മോഡലാണ്. മാനുവൽ വെർഷനാണ് വണ്ടി. ഡ്രൈവ് ചെയ്യുന്നതും റിവ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നതും സെലേറിയോ എന്ന മോഡലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനം നോക്കി എന്താണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഈ ഒരു ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. KL34, അതായത് കാഞ്ഞിരപ്പള്ളി രജിസ്ട്രേഷനിലുള്ള വൈറ്റ് കളർ വണ്ടിയാണ്. പേൾ മെറ്റാലിക് ആർട്ടിക് വൈറ്റ് എന്നാണ് ഈ കളറിൻ്റെ ഒരു പേര് മാരുതി പറയുന്നത്. ഒരു ഫ്രണ്ട് ബമ്പറിൻ്റെ കോർണറിലായിട്ട് ചെറുതായിട്ടൊരു സ്ക്രാച്ച് ഉണ്ട്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോറിലോ അതുപോലെ തന്നെ ഫെൻഡേഴ്സിലോ വലിയൊരു ഡെൻറ്റോ കാര്യങ്ങളൊന്നും വിസിബിൾ അല്ല. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ടയർ വരുന്നത് നമുക്കൊരു ആവറേജ് കണ്ടീഷൻ ഫ്രണ്ട് ടയറാണ് വരുന്നത്. ഏകദേശം ഒരു 4000 കിലോമീറ്റേഴ്സൊക്കെ ഓടാനുള്ളൊരു ആവറേജ് ടയറാണുള്ളത്. ഒരു 4000 കിലോമീറ്ററൊക്കെ ഓടാനുള്ളൊരു ടയർ കണ്ടീഷനാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഡോർ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസിങ് ഇല്ല. ആക്സിഡൻറ്റ് അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് ഒന്നും ആകാത്തൊരു ക്ലീൻ പീസ് വണ്ടിയാണ്. അങ്ങനെയുള്ള വണ്ടികൾ മാത്രമാണ് ഒരു ട്രൂ വാല്യൂ കാറ്റഗറിയിൽ വരികയുള്ളൂ. ഈ ഒരു വണ്ടിക്ക് 3 ഫ്രീ സർവീസും അതുപോലെ തന്നെ 6 മാസം വാറണ്ടിയും ട്രൂ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേറെ വലിയൊരു ഡെൻറ്റോ സ്ക്രാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ടയർ ഒരു 4000 കിലോമീറ്ററൊക്കെ ഓടാനുള്ളൊരു ടയറുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ ടയർ കണ്ടീഷനാണെങ്കിൽ ഒരു 60-70% നമുക്ക് ടയർ ലൈഫ് ഉണ്ടാകും. അത്രയും ട്രെഡും കാര്യങ്ങളുള്ളൊരു ടയറാണ്. കുറച്ചും കൂടി ബാക്കിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ എന്താണ് അതിൻ്റെ ട്രെഡ് ലൈഫ് ഉള്ളതെന്ന്. ഒരു 60-70% ടയർ ലൈഫ് ഇനിയുണ്ട് നമുക്ക് ഈ വണ്ടിയിൽ ബാക്കി. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിലും ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് നിലവിലുണ്ട്. മാരുതി സുസുക്കി എന്നുള്ളതും സെലേറിയോ അതിൻ്റെ വേരിയൻ്റ് ഏതാണ് അത്രയും ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വണ്ടിയിൽ നിലവിൽ. ബാക്ക് സൈഡിലും ഇതുപോലെ കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഡിക്കി തുറന്ന് നോക്കുവാണെങ്കിലും ആ ഒരു സ്റ്റെപ്പിന് അതായത് സ്പെയർ ടയർ ഇരിക്കുന്ന പോർഷനിലാണെങ്കിലും എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടയർ കണ്ടീഷനും അത്യാവശ്യം ഉണ്ട്. റീപ്ലേസിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ എല്ലാം നല്ലൊരു നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. ബാക്ക് സൈഡും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ഓക്കെ ആയി. ഇനി നമുക്ക് റൈറ്റ് സൈഡ് എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാം. റൈറ്റ് സൈഡും ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സ്ക്രാച്ചോ അതുപോലെ തന്നെ ഒരു ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഇത്ര അകലത്തിൽ നോക്കുമ്പോൾ വിസിബിൾ അല്ല. എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഉണ്ടാകുന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഡോർ ഗ്ലാസ് ഒന്നും റീപ്ലേസിങ് ഇല്ല. 2 ഡോറും അതുപോലെ തന്നെ 2 ഇതും എല്ലാം കമ്പനി ഡോറും ഗ്ലാസും തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് ഡോറായാലും വേറെയുള്ള റീപ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വെഹിക്കിൾ തന്നെയാണ് 2016 മോഡൽ സെലേറിയോ VXi. ഫ്രണ്ട് പോർഷനിലാണെങ്കിലും ഒരു ഫെൻഡേഴ്സും എല്ലാം വളരെ നീറ്റാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ടയറും റൈറ്റ് സൈഡ് ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 5000 കിലോമീറ്റർ ഓടാനുള്ളൊരു ടയർ ലൈഫ്. ഫ്രണ്ടിലെ 2 ടയർ ഒരു ആവറേജ് ടയർ കണ്ടീഷനാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ബാക്കിലുള്ള ടയറാണെങ്കിൽ ഒരു 40% ഒക്കെ ഉള്ള ഒരു ടയർ ലൈഫും ഉണ്ട്. ഒരു ടയർ നല്ല ഒരു 60-70%, ബാക്കിയുള്ള ടയേഴ്സിൽ ഫ്രണ്ട് ടയേഴ്സ് 2 ആവറേജും പിന്നുള്ള ഒരു ടയർ ഒരു 40%, അതാണ് അതിൻ്റെ ഒരു ടയർ ലൈഫ് വരുന്നത്. വണ്ടിയുടെ അണ്ടർ ബോഡി ആണെങ്കിലും വേറെ ഡെൻറ്റോ അതുപോലെ തന്നെ ഉള്ള സ്ക്രാച്ചസ് അല്ല റെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ടുള്ളൊരു അണ്ടർ ബോഡി തന്നെയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ്. റൂഫ് ഒത്തിരി ചെളി പിടിച്ചിരിപ്പുണ്ട്. പക്ഷേ സീറ്റും അതുപോലെ തന്നെ
അങ്ങനെയുള്ള കാര്യങ്ങളും. ഡാഷ്ബോർഡെല്ലാം വളരെ നീറ്റാണ്. ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. സീറ്റ് കവേഴ്സ് എല്ലാം ഈ വണ്ടിയിൽ അഡീഷണലായിട്ട് കസ്റ്റമർ ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിനൈൽ ഫ്ലോറിങ്ങും പിന്നെ ഒരു മാറ്റും കസ്റ്റമർ അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. വിനൈൽ ഫ്ലോറിങ്ങും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാറ്റും കസ്റ്റമർ ഈ വണ്ടിയിൽ മേടിച്ചിട്ടിട്ടുണ്ട് ഓൾറെഡി. ഒരു നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ്. റൂഫിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിലേക്ക് പോവാം. ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും സീറ്റ് കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെഡൽസും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ്. സ്റ്റിയറിങ് അതുപോലെ തന്നെ ഡാഷ്ബോർഡ് എല്ലാം നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലാണുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ടോട്ടൽ റണ്ണിങ് കിലോമീറ്റർ എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 77,050 കിലോമീറ്ററാണ് വണ്ടിയുടെ നിലവിലെ റണ്ണിങ് കിലോമീറ്റർ. വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ഡിലേയോ കാര്യങ്ങളോ ഒന്നുമില്ല. വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊന്നും നിലവിൽ ഓണായി കിടപ്പില്ല. AC നമുക്ക് വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ കൂളിങ്ങും കാര്യങ്ങളുണ്ട്. ഒരു സ്റ്റീരിയോ കസ്റ്റമർ ഈ വണ്ടിയിൽ അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡാഷ്ബോർഡൊന്നും ഒരു ഡോട്ടറുമോ കാര്യങ്ങളൊന്നും ഒരു അഴുക്കോ കാര്യങ്ങളോ ഇല്ലാണ്ട് നീറ്റായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പവർ വിൻഡോസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളത് നോക്കാം. 4 പവർ വിൻഡോസാണ് വണ്ടിക്ക് വരുന്നത്. അത് 4 നമുക്ക് വർക്കിംഗ് കണ്ടീഷനാണ്. 4 പവർ വിൻഡോസും ഒരു ഡിലേ കാര്യങ്ങളൊന്നും കൂടാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ബാക്ക്. ഇനി നമുക്കുള്ളത് റൈറ്റ് സൈഡ് ബാക്കാണ്. ആ ഒരു 4 പവർ വിൻഡോസും വർക്കിംഗ് ആണ്. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ സൈഡും കൂടി ഒന്ന് നോക്കാം. സീറ്റ്സൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ്. ആ ഒരു ഡോട്ട്രിമിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ് സീറ്റ് കവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ റൂമിലേക്ക് പോകാം. എൻജിൻ റൂം നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ യാതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻജിൻ റൂം തന്നെയാണ്. ഓയിൽ ലീക്കോ അതുപോലെയുള്ള വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. തുരുമ്പ് അതുപോലെ റീപ്ലേസിങ് കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ കോർ സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. കോർ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ മാറിയിട്ടില്ല. എക്സൈഡിൻ്റെ റെഡ് കളർ ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ബുഷസും കാര്യങ്ങളും പോകുന്നതിൻ്റെയാണ് ആ ഒരു ഗ്യാപ്പ് വരുന്നത്. ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ. ആ ബുഷ് കുറച്ച് പൊന്തിയിപ്പുണ്ട്. ആ ഒരു സസ്പെൻഷൻ്റെ ബുഷും കാര്യങ്ങളും പോകുമ്പോഴാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഈ 2 സൈഡിലും അതുപോലെയുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് സസ്പെൻഷൻ്റെ. ഒരു ബുഷ് മാറിയിട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നുള്ളത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വണ്ടി നിലവിൽ വേറെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. വേറെ അങ്ങനെ അബ്നോർമലായിട്ടുള്ള നോയ്സോ അല്ലെങ്കിൽ പുകയോ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു വർക്കിംഗ് കണ്ടീഷനിലുള്ളൊരു എൻജിനാണ്. BS4 K സീരീസ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. മാനുവൽ ഗിയർ ബോക്സ് ആണ്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. നല്ലൊരു ഗുഡ് ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ്. കാരണം ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ട്രൂ വാല്യൂ കാറ്റഗറിയിൽ ഈ ഒരു വാഹനം വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് അറേഞ്ച് ചെയ്യുന്നതെല്ലാം ട്രൂ വാല്യൂന്ന് തന്നെ ചെയ്തു തരുന്നതാണ്. ഇനി വണ്ടിയുടെ ഗിയർ നോബ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാധാരണ സെലേറിയോ വണ്ടികളുടെയും അതുപോലെ സ്റ്റീൽ അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ ഗിയർ നോബ് പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. AC എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്കയാണ്, നല്ല കൂളിംഗ് ഉള്ള AC ആണ്. ഇതിൻ്റെ ഗിയർ നോബും പൊട്ടിയിരിപ്പുണ്ട്. അപ്പോൾ ഈ ഗിയർ നോബും കൂടിയും എന്തായാലും മാറേണ്ടി വരും. ഇനി ഈ വാഹനത്തിൻ്റെ വില അതുപോലെ ഫിനാൻസ് എത്ര വരെ കിട്ടും, ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ട്, EMI എമൗണ്ട്, ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി, വണ്ടിയുടെ IDV എന്നീ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഡിസ്ക്രിപ്ഷൻ കൂടി ഒന്ന് നോക്കുക. മാത്രമല്ല ഈ ഒരു ട്രൂ വാല്യൂ അല്ലേ കൺസേൺഡ് എക്സിക്യൂട്ടീവിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഈ വാഹനം കിടക്കുന്ന എക്സാക്റ്റ് ലൊക്കേഷനും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവായി ആ ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.